രാവിലെ ലൊക്കേഷനിൽ പോകാൻ ഇറങ്ങിയപ്പോ. ഓ, അതാണോ കാര്യം? അതൊക്കെ ഈ ഫീൽഡിൽ പതിവാണ്. ദേവിക ചാനൽ പുതിയ ആളല്ലേ. വന്ന ഉടൻ താൻ ചെയ്ത പരിപാടി പ്രതീക്ഷിച്ചതിലും നന്നായി. സ്വാഭാവികമായി അസൂയ ഉണ്ടാവും. ആരതി അന്വേഷിച്ചൊക്കെ അല്ലേ. അവര് പറയുന്നൊന്നും സീരിയസ് ആയിട്ട് എടുക്കണ്ട. പ്രോഗ്രാമിനെ കുറിച്ചല്ല. പിന്നെ സാറിനെയും എന്നെയും ചേർത്ത് കുറെ കമന്റ്സ്. ഒരു പുരുഷനെയും സ്ത്രീയും കുറിച്ച് എന്ത് ഗോസിപ്പാണോ സാധാരണ ഉണ്ടാവാറ്, അതന്നെ. ഞാൻ കാരണം സാറിന്റെ കുടുംബത്തിന്റെ സ്വസ്ഥത തകർന്നു പോവരുത്. ആലോചിക്ക പോലും ചെയ്യാത്ത കാര്യം ആരോപണമായിട്ട് കേൾക്കുമ്പോ എന്താ ചെയ്യേണ്ടത്? ആരോടാ പറയേണ്ടത്? റെസ്പോണ്ട് ചെയ്തില്ലേ? ഞാനാകെ ബ്ലാങ്ക് ആയിപ്പോയി സാർ. ഇങ്ങനെയൊന്നും ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല. ആദ്യമായിട്ടാ. സാർ ആരെയും വിളിച്ച് ചോദിക്കാനൊന്നുമല്ല, അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. നീ അത് വിട്ടുകളാ. നീ ഇത് കാര്യാക്കണ്ട. കൂടുതൽ ശ്രദ്ധിക്കുമ്പോഴാണ് ഇത് പ്രശ്നമാകുന്നത്. അതെ, ഗോസിപ്പിനുള്ള മറുപടി എന്താണെന്നറിയോ? ഒന്നുകിൽ മൈൻഡ് ചെയ്യാതിരിക്കുക, അല്ലെങ്കിൽ ചപ്പക്കുറ്റി കൊടുക്കുക. സാർ, ഞാൻ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇപ്പൊ ഞാൻ ആട്ടി തരുന്നില്ല. അതൊരു വീക്ക്നെസ് ആയിട്ട് കണ്ട് വീണ്ടും ഗോളടിക്കാൻ ആരെങ്കിലും നോക്കിയ അത് സെൽഫ് ഗോൾ ആയിരിക്കും. ചാനലിൽ പിന്നെ ഒരാൾ ഉണ്ടാവില്ല എന്ന് മനസ്സിലായോ? ഷൂട്ട് ചെയ്തൊക്കെ മതി, നമ്മൾ തിരിച്ചു പോകുന്നു. റെഡിയാവ്. താൻ ഇനി മൂഡ് ഓഫ് നിന്ന് മാറിയില്ലേ? ആരോ എന്തോ പറഞ്ഞെന്ന് വെച്ച് നമ്മുടെ മുഖം വാടുമ്പോഴാണ് മറ്റു പല മുഖങ്ങളും തെളിയുന്നത്. അതിന് അവസരം കൊടുക്കരുത്. ആരും അല്ലല്ലോ സർ, നമ്മുടെ ക്രൂവിലുള്ളവർ തന്നെയല്ലേ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത്. താനിപ്പോ പറഞ്ഞല്ലോ വെറുതെ എന്ന്. അതാണ് നിന്റെ വാസ്തവം. വെറുതെ എന്ന വിശേഷണം ഉള്ളപ്പോ ഭയപ്പെടുന്ന എന്തിന്? എന്നാലും അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ബാധിക്കുന്നത് നമ്മളെയല്ല, അവരെ ആയിരിക്കണം. അതിനുള്ള വാണിംഗ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആരതിക്കൊക്കെ അത് മനസ്സിലായിട്ടുമുണ്ട്. അനാഥത്വത്തിന്റെ തീയിൽ വളർന്ന ഒരാൾ ആരോപണങ്ങളുടെ വെയിലിൽ വാടാൻ പാടില്ല. അതുകൊണ്ട് തൊട്ടാവാടിയാവരുത്, വിശേഷിച്ചും വിഷ്വൽ മീഡിയയുടെ രംഗത്ത്. കേൾക്കുന്നുണ്ടോ ദേവിക? മൂളി കേട്ടാ പോരാ, അതിജീവിക്കണം. യു ക്യാൻ. തനിക്കതിന് കഴിയും. ഓക്കേ? സർ,
ഷൂട്ട് കഴിഞ്ഞ് നാളെ എത്തുന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇന്നേ വന്നത്? പ്രോഗ്രാം ക്യാൻസൽ ആയോ? എന്താ നിരഞ്ജൻ? ആവശ്യത്തിനുള്ളതൊക്കെ ഷൂട്ട് ചെയ്തു. അപ്പൊ പിന്നെ വന്നേക്കാന്ന് വിചാരിച്ചു. അതോ നിരഞ്ജന് സുഖമില്ലാത്തതുകൊണ്ട് മടങ്ങി വന്നതാണോ? നോ, ഐ എം ഓക്കെ. എന്തോ ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. എന്താന്ന് പറ. തന്റെ ഊഹം ശരിയാണ്. വാട്ട്സ് റോങ് വിത്ത് ഹർ? കുഴപ്പം അയാൾക്കല്ല, മറ്റു ചിലർക്കാ. അതെ, പറയാൻ തന്നോട് വാ. ഈ വിഷയത്തിൽ ഇനി തുടർച്ചയുണ്ടായാൽ ഒരുത്തിനെ ഞാൻ വെറുതെ വിടില്ല. അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നോ, എനിക്ക് ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിരഞ്ജന്റെ ഇടപെടൽ വിപരീത ഫലമേ ഉണ്ടാക്കൂ. ഈ പ്രൊവോക്കേഷൻ അവർക്ക് പലതും പറയാനുള്ള പ്രേരണയാകും. ഷൗട്ട് ചെയ്തത് തന്നെ ശരിയായില്ല. പിന്നെ ഞാൻ ആരതിയെ വിളിച്ച് അനുമോദിക്കണമായിരുന്നോ? ഞാൻ ഈ വിഷയം ഡീൽ ചെയ്യട്ടെ. എങ്ങനെ? അതൊക്കെയുണ്ട്. നിരഞ്ജൻ സമ്മതിച്ച ഞാൻ കൈകാര്യം ചെയ്യാം, ആർക്കും പരിക്കില്ലാതെ. മൗനം സമ്മതം. ഞാനിത് ഏറ്റെടുക്കാണേ. ദേവിക എനിക്ക് വിശ്വാസം. അതിലും വിശ്വാസമാണ് എനിക്ക് എന്റെ ഭർത്താവിനെ. എനിക്ക് ഈ കഴുത്തിൽ കെട്ടിത്തന്ന താലി വെറും ഒരു തരി പൊന്നല്ല, പരസ്പര വിശ്വാസത്തിന്റെ അടയാളമാണ്. ചേച്ചി, സോറി, ഐ എം റിയലി സോറി. എനിക്കാണ് തെറ്റുപറ്റിയത്. എല്ലാ വ്യക്തികളെയും ഒരേ സ്കെയിൽ കൊണ്ട് അളക്കാൻ പാടില്ലെന്ന് മനസ്സിലാക്കി തന്നതിന് നന്ദിയുണ്ട്. ചേച്ചി എന്നോട് ക്ഷമിക്കണം, പ്ലീസ്. ഇറ്റ്സ് ഓക്കെ. താഴമ്പു മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നു. നല്ല മൂഡിലാണല്ലോ. ആ നല്ല മൂഡിൽ ഒരു ചോദ്യം ചോദിച്ചോളൂ. ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നെഗറ്റീവ് പോയിന്റ് എന്താണ്? സെൽഫ് ബൂസ്റ്റിംഗ്. ആൻസർ തെറ്റല്ല. പക്ഷേ നിരഞ്ജൻ ഉദ്ദേശിച്ച ഉത്തരം ഇതല്ല അല്ലേ? യെസ്.
ജീവിത പങ്കാളിയുടെ കുറ്റവും കുറവും മറ്റൊരാളോട് പങ്കുവയ്ക്കുന്നതാണ് ഒരാളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് സൈഡ്. അത് ഹസ്ബൻഡ് ആയാലും വൈഫായാലും വളരെ ബോറാണത്. പൊതുവെ ആരും സമ്മതിച്ചു തരാത്ത കാര്യമാണ്. ബട്ട് ഐ അഗ്രീ. അങ്ങനെ കുറ്റപ്പെടുത്തുന്നതിന് പിന്നിൽ ഒരു സൈക്കോളജി ഉണ്ട്. മറ്റൊരാളുടെ പോരായ്മകൾ പറഞ്ഞ് തന്റെ ഭാഗം സേഫ് ആക്കുക, താനാണ് ശരിയെന്ന് സ്ഥാപിക്കുക. പലപ്പോഴും പറയുന്ന ആളിന്റെ ഭാഗത്തായിരിക്കും മിസ്റ്റേക്ക്. ശരിയാണ്. എങ്കിൽ അടുത്ത ചോദ്യം. ഒരു ചോദ്യത്തിന് മാത്രമേ പെർമിഷൻ ചോദിച്ചുള്ളൂ. ഒന്ന് കോംപ്രമൈസ് ചെയ്യൂ. ഓക്കെ. ക്വസ്റ്റ്യൻ ഇതാണ്: ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്താണ്? രോഗങ്ങളില്ലാത്ത സുഖമായ ജീവിതം. കറക്റ്റാ. എന്നാൽ എന്റെ മനസ്സിൽ മറ്റൊരു ആൻസറാ ഉള്ളത്. കേക്കട്ടെ. തന്നെ മനസ്സിലാക്കുന്ന ഒരു ജീവിത പങ്കാളി, തന്റെ വ്യക്തിത്വത്തെ, പ്രൊഫഷനെ, നിലപാടുകളെ മനസ്സിലാക്കുന്ന ഒരു ഭാര്യ അഥവാ ഭർത്താവ്. അങ്ങനെ ഒരാളെ ലഭിക്കുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ ഭാഗ്യം ലഭിച്ച ഒരാളുണ്ട്. അതാരാ? ഞാൻ. ഇന്ന് താനത് തെളിയിച്ചു. എത്ര ഭംഗിയായിട്ടാണ് ദേവികയുടെ ഇഷ്യൂയിൽ ആരതിയെ കൈകാര്യം ചെയ്തത്. തന്റെ സ്ഥാനത്ത് മറ്റാരായാലും വലിയ പ്രശ്നമാകുമായിരുന്നു. അത്രയ്ക്കൊന്നുമില്ലെന്നേ. എന്റെ മിടുക്കല്ല, നിരഞ്ജന്റെ സ്റ്റാൻഡാണ് എന്നെ കൊണ്ട് ആ വിഷയം സോൾവ് ചെയ്യിച്ചത്. അങ്ങനെ നിസാരമാക്കണ്ട. എന്റെ ഭാഗ്യമാണ് താൻ. ഏയ്, എനിക്ക് എന്നെ വിശ്വാസ, നിരഞ്ജന വിശ്വാസ, നിങ്ങൾ കെട്ടിത്തന്ന ഈ താലിയും വിശ്വാസ. അതാണ് എന്റെ ബലം. മറ്റൊരു പെണ്ണിന്റെ പേര് പോലും നമ്മുടെ ബന്ധത്തിൽ നിഴൽ വീഴ്ത്തില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. പിന്നെ മറ്റൊരു വിഷയം തീരുമാനമാവാതെ നിൽപ്പുണ്ട്. നമ്മുടെ ദീപയുടെ കാര്യം. അവൾ ഒട്ടും അയ്യുന്നില്ല. അഫയറിന്റെ കാര്യത്തിൽ സ്ട്രോങ് ആയി നിൽക്കുക. ആലോചിച്ച കല്യാണം നടത്തിയടങ്ങുന്ന കാര്യത്തിൽ അപ്പയും സ്ട്രോങ്ങാ. ഇപ്പൊ ഇതിന്റെ ഇടയിൽപ്പെട്ടൊരുങ്ങുന്നത് ഞാനാ. ദീപ കണ്ടെത്തിയാൽ ഓക്കെ ആണെങ്കിൽ അത് നടത്തി കൊടുക്കുന്ന ബുദ്ധി. നിരഞ്ജൻ, പക്ഷെ അപ്പ അടുക്കണ്ടേ? സമയമുണ്ടല്ലോ. തന്റെ അപ്പ ദുർവാശി വിട്ട് വരുമെന്ന് നോക്കാം. അല്ലെങ്കിൽ വേറെ വഴി ആലോചിക്കാം. വേറെ വഴിയെന്ന് ഉദ്ദേശിച്ചതാ? ദീപയുടെ റൊമാൻസിന് പച്ചക്കൊടി കാണിക്കുക. അവളുടെ ഇഷ്ടം നടക്കട്ടെന്ന്. പക്ഷേ എന്താ, ഇഷ്ടഭാവത്തിന് തനിക്ക് വിശ്വാസമില്ലേ? എനിക്ക് വിശ്വാസേ ഉള്ളൂ. പിന്നെ അപ്പയുടെ കാര്യമാണോ? അദ്ദേഹം ദീപയുടെ വഴിക്ക് വരുന്നേ. ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരും. ഇപ്പൊ ഞാൻ നിരഞ്ജനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഓ, ഇപ്പം മാത്രമേ ഉള്ളൂ? എപ്പോഴും. ചേച്ചി. ആ, മെറീന. ചേച്ചി നല്ല തിരക്കിലാണല്ലോ. പുറത്തു കൊടുത്ത ഒരുപാട് പൈസയാവും. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. പക്ഷെ കറണ്ട് ചാർജ് കൂടും. എന്നാലും സാരമില്ല. കറണ്ട് ബില്ല് വന്നു, ഞാൻ അതും കൊണ്ട് വന്നതാ.
ചേച്ചി വന്നിട്ട് അധികം ദിവസം ആയില്ലെങ്കിലും ലൈറ്റും ഫാനും അയൺ ബോക്സും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതായിരിക്കും ഇത്രയും ബില്ലായത്. ഒരുപാടുണ്ടോ? ഏയ്, 1320 രൂപയേ ഉള്ളൂ. ചേച്ചി വിചാരിക്കും 2 മാസത്തെ കറണ്ട് ബില്ല് ഞാൻ എന്തിനാ കൊടുക്കുന്നേ, ഇപ്പൊ വന്നല്ലേ ഉള്ളൂന്ന്. പക്ഷേ ഉപയോഗിച്ചോണ്ടാണല്ലോ ബില്ല് ഇത്രയായത്. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ മെറീന. ബില്ല് ഞാൻ അടച്ചോളാം, അവിടെ വെച്ചേക്ക്. ഇതാരാ ചേച്ചി? അതാണ് മോളുടെ അച്ഛൻ. എന്താ പുള്ളിക്കാരന്റെ പേര്? രാഹുൽ. രാഹുൽ കൃഷ്ണ എന്നാണ് മുഴുവൻ പേര്. ആളിപ്പോ എവിടെയുണ്ടെന്നൊരു നിശ്ചയമില്ല? ഇല്ല മെറീന. ഒരു ദിവസം വരും രാഹുല്. ഒരാളെ ഈ ലോകത്ത് വിശ്വസിക്കാൻ കഴിയില്ല എന്റെ ഈശോയെ. രണ്ടിനെയും കണ്ട എന്തേലും കുഴപ്പമുണ്ടോ? കെട്ടിയവനും കെട്ടിയോളും ആണെന്നേ തോന്നും. ശരിക്കും ഈ രാഹുൽ ആ പാർട്ടിയെ കല്യാണം കഴിച്ചിട്ടുണ്ടോ? ആർക്കറിയാം? നമുക്ക് അങ്ങനെ ഒരു സംശയം തോന്നിയിരുന്നില്ലല്ലോ പ്രിയെ. കാണാ യോഗ്യര്, ഒരു ശല്യവും ഇല്ല, വാടക കൃത്യം. ഇങ്ങനെ ഒരു ഏടാകൂടെ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും നമ്മൾ വിചാരിക്കില്ലല്ലോ. ഈ രാഹുലിന്റെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ എന്തിനാ ഡിസ്കസ് ചെയ്യുന്നത്? അതെ, നമ്മുടെ മുന്നിലുള്ളത് ദേവികയുടെ ജീവിതമാണ്. എന്താ ചെയ്യേണ്ടെന്ന് ഒരു ഊഹവും ഇല്ല. പരിചയപ്പെട്ടിട്ട് ഇത്രയും ദിവസമേ ആയുള്ളൂവെങ്കിലും എനിക്ക് ആ കൊച്ചിനോടും മോളോടും ഒരു പ്രത്യേക മമതയാ. ഒരു തണ്ടാവട്ടെ പൊണ്ണക്കാരി ആവട്ടെ ഒന്നുമില്ല, വലിയ ഒരുക്കവോ മേക്കപ്പോ ഇല്ല. വീട്ടിലൊരു മരുമോളോളെന്റെ ചമയം കണ്ട അവക്ക് ആ ടി വിയിൽ ജോലിയും തോന്നും. ദേവികയുടെ ഹസ്ബൻഡ് രാഹുലാണെന്നുള്ള സത്യം ഗ്രേസിയാനിയുടെ വീട്ടിൽ അറിഞ്ഞോ? മെറീനയല്ലേ കണ്ടുപിടിച്ചത്. അതിനൊക്കെ വലിയ മിടുക്ക. നിരഞ്ജൻ എന്ത് പറയുന്നു? എന്താ നമുക്ക് ചെയ്യാൻ കഴിയുക? രാഹുലിനെ പറ്റി ദേവിക്ക് എന്തെങ്കിലും സംശയമുള്ളതായി തനിക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല. സാമ്പത്തിക പ്രശ്നം വന്നപ്പോ പിടിച്ചു നിൽക്കാനാവാതെ മാറി നിൽക്കുക. ദേവിക അങ്ങനെയാ വിശ്വസിക്കുന്നത്. രാഹുൽ മറ്റൊരു സ്ത്രീയെ കസ്റ്റഡിയിൽ വെച്ചുകൊണ്ട് അങ്ങനല്ല പ്രിയ പറയേണ്ടത്. രാഹുലല്ല, ആ ബിന്ദുമേനോൻ, അവളാ കസ്റ്റഡിയിൽ വെച്ചോണ്ടിരിക്കുന്നത്. എനിക്കങ്ങനാ തോന്നുന്നത്. ഇപ്പൊ ഈ കാര്യം എങ്ങനെയാ ദേവിയോട് പറയുന്നത്? ശരിയാ സാറേ, അതാ ഞാൻ നിങ്ങളോട് അഭിപ്രായം ചോദിച്ചത്. സ്വന്തം പുരുഷൻ കള്ളുകൂടിയനോ തെമ്മാടിയോ ആണെന്ന് കേട്ട ഒരു പെണ്ണ് സഹിക്കും. പക്ഷെ അയാൾ മറ്റൊരുത്തിയുടെ വലയിലാണെന്നറിഞ്ഞാൽ ഒരു പെണ്ണിനും സഹിക്കാൻ പറ്റില്ല, ആർക്കും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴിത് ദേവിക അറിയണ്ട. അത് നമ്മൾ അവളോട് കാണിക്കുന്ന ചതിയാവില്ലേ? നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിലും ദേവിക രാഹുലിന് വേണ്ടി കാത്തിരിക്കുക. ഇനിയും വരാത്ത ഒരാൾക്ക് വേണ്ടി അവൾ കാത്തിരിക്കണോ? അതും ശരിയാ. ആ പെങ്കൊന്തം ചതിച്ചാണെന്നറിഞ്ഞ മറ്റൊരു ജീവിതം ഉണ്ടാക്കാലോ ദേവികയ്ക്ക്.
വെറുതെ എന്തിനാ വാതിലും തുറന്നു വെച്ചോണ്ടിരിക്കുന്നെ? ഒരു പ്രശ്നമുള്ളത് ആര് സംസാരിക്കും ദേവികയോടെന്നുള്ളതാ. നിരഞ്ജൻ സാറല്ലേ നിക്കുന്നേ. സാറാവുമ്പോ ആഫീസിലെ ഹെഡാ, പക്വതയുണ്ട്. ദേവിയൊക്കെ കാര്യം മനസ്സിലാവും. ഏയ് അതൊന്നും ശരിയാവില്ല. സാറേ, നോ, പറ്റില്ല. ഞാൻ പറയായിരുന്നു, പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തഞ്ചത്തിൽ അവതരിപ്പിക്കാനുള്ള വിവരം എനിക്കില്ല. ഉള്ളത് മുഖത്ത് നോക്കി അങ്ങ് പറയും. ശീലമായിപ്പോയേ. ഇത്രയും സീരിയസ് ആയൊരു മാറ്റർ ദേവികയോട് സംസാരിക്കാൻ ആപ്റ്റായ ഒരാളുണ്ട്. അതാരാ നിരഞ്ജൻ? താൻ തന്നെ. അയ്യോ, ഞാൻ യെസ്, ആസ് എ സിസ്റ്റർ ആൻഡ് ആസ് എ ഫ്രണ്ട്. പ്രിയയ്ക്ക് അതിന് കഴിയും. പ്രിയയ്ക്ക് അതിന് കഴിയൂ. പക്ഷെ എനിക്ക് ഉം.